ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായി 15 ദിവസം നീണ്ടു നിൽക്കുന്ന ചെമ്പൈ സംഗീതോത്സവത്തിന് ചൊവ്വാഴ്ച തിരശീല ഉയരും. സംഗീതോത്സവത്തിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് ഇതോടെ തുടക്കമാകും. ചെമ്പൈ സംഗീതോത്സവം CCTV പ്രാദേശികം ചാനലിലൂടെ തത്സമയം സംപ്രേഷണം ചെയ്യും. കർണാടക സംഗീത കുലപതി ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ സ്മരണാർത്ഥമാണ് ഗുരുവായൂർ ദേവസ്വം ചെമ്പൈ സംഗീതോത്സവം സംഘടിപ്പിക്കുന്നത്. ഭാഗവതർ ഉപയോഗിച്ചിരുന്ന തമ്പുരു ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിയോടെ ഗുരുവായൂരിലെത്തിക്കും. ഭാഗവതരുടെ ഭവനത്തിൽ നിന്ന് വാഹനഘോഷയാത്രയായി വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് ഗുരുവായൂരിൽ എത്തുക. കിഴക്കേ നടയിൽ സ്വീകരിച്ചാനയിക്കുന്ന തമ്പുരു സംഗീതമണ്ഡപമായ മേൽപുത്തൂർ ഓഡിറ്റോറിയത്തിൽ സ്ഥാപിക്കും. തുടർന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സംഗീതോത്സവത്തിന് തിരിതെളിയിക്കും. ശ്രീഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം വയലിൻ വിദൂഷി സംഗീത കലാനിധി കുമാരി എ കന്യാകുമാരിക്ക് സമർപ്പിക്കും. സംസ്ഥാന സർക്കാരിന്റെ മികച്ച പിന്നണി ഗായകനുള്ള അവാർഡ് ലഭിച്ച ചെമ്പൈ സംഗീതോത്സവ സബ് കമ്മിറ്റി അംഗം കൂടിയായ PS വിദ്യാധരൻ മാസ്റ്ററെയും ആദരിക്കും. തുടർന്ന് കന്യാകുമാരിയുടെ സംഗീത കച്ചേരിയും അരങ്ങേറും. ബുധനാഴ്ച രാവിലെ 7 മണിയോടെ ശ്രീലകത്ത് നിന്ന് പകർന്നെത്തിക്കുന്ന ഭദ്രദീപം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് സംഗീത മണ്ഡപത്തിൽ തെളിയിക്കും. തുടർന്ന് ക്ഷേത്രം നാദസ്വരം തവിൽ അടിയന്തര വിഭാഗം മംഗളം വായിക്കുന്നതോടെ സംഗീതോത്സവത്തിന് തുടക്കമാകും. തെന്നിന്ത്യയിലെ പ്രശസ്ത സംഗീതജ്ഞരടക്കം 3000-ഓളം സംഗീതോപാസകർ സംഗീതോത്സവത്തിൽ പങ്കെടുക്കും. ഏകാദശി ദിവസമായ ഡിസംബർ 11-ന് സമാപിക്കും. CCTV ന്യൂസ്, ഗുരുവായൂർ.